കിട്ടി കിട്ടി, കുറച്ച് ലേറ്റ് ആയാലും തോറ്റുപോയതിന്റെ കാരണങ്ങൾ രായവണ്ണന് പിടികിട്ടി. LDF അല്ലാതെ മറ്റാരുണ്ട്? ആ മുദ്രാവാക്യം വേണ്ടത്ര ശരിയായില്ല എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. അത് അത് കറക്റ്റ് അല്ലായിരുന്നോ? കറക്റ്റ് ആയിരുന്നു. പോളിംഗ് ബൂത്തിൽ ചെന്ന് ആളുകൾ ചിഹ്നത്തിൽ നോക്കിയപ്പോഴേ ആകെ പരതിയത് ഒരേ ഒരു കാര്യമാണ്, LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന്. നിങ്ങൾക്കല്ലാതെ വേറെ ആർക്ക് വേണമെങ്കിലും കുത്തിക്കൊടുക്കാൻ വോട്ടർമാർ തയ്യാറായിരുന്നു. പിന്നെ LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന ചോദ്യം യുക്തിക്ക് നിരക്കുന്നതും വളരെ പ്രസക്തവും ആയിരുന്നു കേട്ടോ. അത് തെറ്റിപ്പോയി എന്ന രായവണ്ണന്റെ വിലയിരുത്തല് അതൊട്ടും ശരിയായില്ല. ശരിയായില്ല. തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വീട്ടിൽ പറയുള്ളൂ തെണ്ടി. വിലയിരുത്തിയിട്ടുണ്ട്. വെള്ളപ്പള്ളി നടേശന്റെ സ്റ്റേറ്റ്മെന്റ് അത് നേരത്തെ തന്നെ വ്യക്തമാക്കി. അത്തരം കാര്യങ്ങളിൽ നമുക്ക് ശക്തമായ നിലപാട് സ്വീകരിക്കുമ്പോൾ വീഴ്ച പറ്റിയിട്ടുണ്ട്. അത് ഇതേതാണ്ട് എലിക്കണിയിൽ സൂനവെട്ടതുപോലെ. അല്ല, ശബരിമലയുടെ പ്രശ്നം, അതിൽ നമ്മൾ നടപടിയെടുക്കുമ്പോൾ ആ സന്ദർഭത്തിൽ തന്നെ നടപടിയെടുക്കേണ്ടതായിരുന്നു. പാർട്ടിയുടെ സംഘടനാ സാങ്കേതികത്വങ്ങളല്ല നോക്കേണ്ടിയിരുന്നതെന്നും ഇപ്പൊ നമ്മൾ കണ്ടു. കഞ്ഞിയിൽ പാറ്റയിടാൻ മറ്റാരുണ്ടായിരുന്നു LDF അല്ലാതെ? കഴുത്തറുക്കാൻ മറ്റാരുണ്ടായിരുന്നു LDF അല്ലാതെ? കൊള്ളയടിക്കാൻ മറ്റാരുണ്ടായിരുന്നു LDF അല്ലാതെ? പിൻവാതിൽ നിയമനത്തിനും വികസന മുരടിപ്പിനും പട്ടിഷോയ്ക്കും മറ്റാരുണ്ടായിരുന്നു LDF അല്ലാതെ? ഈ മലനിയും പറഞ്ഞാൽ തീരാത്ത അത്രയും കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തെറ്റിപ്പോയെന്ന് ഇനി മേലിൽ പറയരുത് രായവണ്ണ. ഇന്നലകളുടെ തനിയാവർത്തനങ്ങൾ കൊണ്ട് ഇന്നിന്റെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യാൻ പറ്റില്ല. ഇന്നലകളുടെ തരിയാവർത്തനം കൊണ്ട് ഇന്നിന്റെ പഴയ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഇന്നിനും നാളേക്കും കുറെ നാളത്തേക്കുമായുള്ള പുതിയ പ്രശ്നങ്ങളെ രൂപപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിച്ചല്ലോ. അതൊരു നേട്ടമല്ലേ? ഇന്നിനെ കഴിഞ്ഞ 10 മനസ്സിലാക്കണം. ഇന്നിന് പറ്റുന്ന രൂപങ്ങൾ ആവിഷ്കരിക്കണം. ഇന്നിന് പറ്റുന്ന പാർട്ടിയായി മാറണം. അതായത് അപ്പം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കണം, സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കണം, ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കണം. ഇതിനെയൊക്കെ പറ്റിയാണ് താത്വികാചാര്യൻ രായവണ്ണൻ ഇരുന്ന് അരുൾ ചെയ്യുന്നത്.